കഥ പറയാൻ പോവാണ് കേട്ടോ. ഈ കഥ ജില്ലാ കലോത്സവത്തിന് പറഞ്ഞ കഥയാണ്. മാന്യസദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. ഒരു ഗ്രാമത്തിൽ അപ്പു എന്ന പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. ആ പശുക്കുട്ടിയുടെ പേരാണ് സുന്ദരി. അപ്പു എന്നും രാവിലെ സുന്ദരിയും കുട്ടി പുല്ലുമേയാൻ കൊണ്ടുപോകുമായിരുന്നു. ഒരു ദിവസം പുല്ലുമേയുടെ ഇടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു. എന്നും കണ്ട് അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി സുന്ദരിയോട് ചോദിച്ചു, സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? അവിടെ ധാരാളം പഴങ്ങളും നല്ല പൂക്കളും ഭംഗിയുള്ള പുലകളും ഉണ്ട്. പല പ്രാവശ്യം ചോദിച്ചപ്പോൾ സുന്ദരി സമ്മതിച്ചു. എന്നിട്ട് സുന്ദരി കാട്ടിലെത്തി. സുന്ദരി പറഞ്ഞു, ഹായ്, എന്തു ഭംഗിയാ കാണാൻ, ധാരാളം പഴങ്ങളും നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളുമുണ്ട്. അങ്ങനെ സുന്ദരി അവിടെ തുള്ളിച്ചാടി. പെട്ടെന്നൊരു ശബ്ദം, സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി, എന്താണ് ശബ്ദം? നിങ്ങളെല്ലാവരും പേടിച്ചോടുന്നുണ്ടല്ലോ. മാൻകുട്ടി പറഞ്ഞു, സുന്ദരി, നീ ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹക്കുട്ടി. സുന്ദരി ഓടാൻ തുടങ്ങി. ഓടുന്ന ഇടയിൽ സുന്ദരി ചോദിച്ചു, മാൻകുട്ടി, നീ കണ്ണിന്റെ ഭംഗിയെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, കണ്ണിന്റെ അപകടത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, അതെന്തേ? ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇതും പറഞ്ഞ് സുന്ദരി വീട്ടിലെ പാവം അപ്പു സുന്ദരിയും കത്ത് വീട്ടുപണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പുന് സന്തോഷമായി. പിന്നീട് ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയില്ല. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.